വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഷേക്ക് മിസ്സായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ തന്നെ വൈറലായിരുന്നു. അത് ആ യൂണിവേഴ്സിന്റെ ഭാഗമായിട്ട് ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അല്ലേ, ഞാൻ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളല്ലേ ഇഷ്ടപ്പെടാം, ഇഷ്ടപ്പെടാതിരിക്കാം. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, കുറച്ച് ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറേ ഏറെ ഇഷ്ടപ്പെട്ടവരുണ്ടാവും, കുറച്ചുകൂടി ഇഷ്ടപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, കുറച്ചുകൂടി നന്നാക്കാമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, വളരെ നന്നായി എന്ന് പറയുന്നവരുണ്ടാവും. അങ്ങനെ പല ആൾക്കാരുണ്ടാവും. അവരെടുത്തിപ്പോൾ ഞാൻ അങ്ങോട്ടൊന്നും പറയാനില്ല, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു സോക്കോൾഡ് ഹീറോ ക്യാരക്ടറല്ല നമ്മൾ ചെയ്യുന്നത്. അയാൾ റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. റിട്ടയർഡല്ല, എന്താ പറയുക, പിരിച്ചുവിടപ്പെട്ട ഒരാളാണ്. അപ്പോൾ അയാൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അയാളുടെ ഫാമിലി, അയാളുടെ പേഴ്സണൽ പ്രോബ്ലംസ്, അയാളുടെ ഡയബറ്റിക് പേഷ്യൻ്റാണ്. അപ്പോൾ ഈ ഫൈറ്റും കുസ്തിയൊക്കെ നമുക്ക് എല്ലാ ഹീറോയും ഒരേപോലെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയരുത്. എല്ലാ കഥാപാത്രങ്ങളും കുസ്തിക്കാരല്ലല്ലോ. ഇതിനകത്ത് ഡൊമിനിക്ക് അങ്ങനെ ഒരു കുസ്തിക്കാരനൊന്നുമില്ല. അയാളെ തൽക്കാലത്തേക്ക് ഒരു എന്താ പറയുക, ഒരു ജീവരക്ഷാർത്ഥമുള്ള ഫൈറ്റുകളൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഈ പടത്തിൽ ഫൈറ്റുകളൊക്കെ വളരെ ക്രിസ്പായിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു 100 പേരൊക്കെ ഇടിച്ച് വീഴ്ത്തുന്ന നായകന്മാരുണ്ടല്ലോ. ഞാൻ ചെയ്തിട്ടുണ്ടല്ലോന്നില്ല. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു കഥാപാത്രമല്ല. കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ട് കുറച്ചുകൂടി റൂട്ടഡ് ആകാൻ വേണ്ടിയാണ് കഥാപാത്രം അങ്ങനെ പറഞ്ഞത്. സാധാരണ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടാം, കുറച്ചുകൂടെ സ്വാഗ് ഉണ്ടാക്കാൻ വേണം. അത് വേണ്ടല്ലോ, നമ്മൾ സ്വാഗതം കൊടുക്കേണ്ടതല്ലേ. അപ്പോൾ അത് ഒരു വ്യത്യസ്തമായ കഥാപാത്രം ആയിക്കോട്ടെ, ഒരു സാധാരണ മനുഷ്യനായിക്കോട്ടെ, സാധാരണ മനുഷ്യനെ കൊണ്ടാവുന്നതൊക്കെ ചെയ്യുന്ന ഒരാളായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഉണ്ടായത്. അപ്പോൾ അത് സ്വീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമ്മളെ സിനിമാ പ്രേക്ഷകരുടെ സിനിമാബോധങ്ങളുടെ വളർച്ചയാണ് അത് കാണിക്കുന്നത്. കാരണം ഇങ്ങനെയുള്ളൊരു കഥാപാത്രത്തെ നായകനായി കാണാനും അങ്ങനെയുള്ളൊരു ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിൽ അങ്ങനെ ഉള്ള സീനുകളും അങ്ങനെയുള്ള ആശയങ്ങളും ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നത് വലിയ കാര്യമാണ്. പരിചയമുള്ള ആളല്ല, ഞാൻ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല, മറ്റേ കലാമണ്ഡലത്തിൽ. അതുകൊണ്ട് പൊതുവെ മടിയാണ്. പിന്നെ സാറ് പറഞ്ഞ് ധൈര്യം തന്നു. പിന്നെ എന്തോ ആവട്ടെ, അന്ന് പെട്ടുപോയില്ല എന്ന് വിചാരിച്ചൊക്കെ ചെയ്തു പോയി. അത് വളരെ അതിൻ്റെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. ഞാനതിന് ഇറങ്ങി പുറകോട്ട് വന്നതാണ്. ഡാൻസ് മാസ്റ്റർ കാര്യം കൈ പിടിച്ചു. അതിപ്പോൾ എത്രത്തോളം മോശമായിട്ടുണ്ടോ അത്രത്തോളം ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. അതൊരു ഫാൻ ബോയ് മൂവ്മെന്റ് ആണ് എൻ്റെ. പ്ലസ് പടത്തിലൊരു ഡയലോഗ് ഉണ്ട്, ഡാൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വീക്ക്നെസ് ആണ് സാർ ഡൊമിനിക്കായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് വേണമെന്ന് ഞാൻ ഭയങ്കര ഒരു ഡാൻസ് കാണാൻ വേണ്ടി ഇറങ്ങിയിട്ടുള്ളത്. സിനിമ എന്തെല്ലാം നമുക്ക് ഇഷ്ടമുള്ളതുണ്ട്, അതേ ഉള്ളൂ. നമ്മളെല്ലാവരും ഡാൻസ് കളിക്കും.